ഹലോ ഗെയ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് വലിയ ഉള്ളിയും പൊട്ടാറ്റോയും എടുത്തിട്ടുണ്ട്. നമുക്കിതിന് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വരാം കേട്ടോ. ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങും ഉള്ളിയും ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസയിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കുക. കൂടാതെ ഒരു മുളകും കൂടി അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അങ്ങനെ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഉരുളക്കിഴങ്ങ് ഒരു ഹാഫ് കുക്കൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് വേണ്ട മസാലകൾ ചേർക്കണം. മുളക് പൊടി വേണം, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, വലിയ ജീരകം, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ചിക്കനും അതുപോലെ തന്നെ പച്ചക്കടലയും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടി ഈ മസാലയിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സമൂസയിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ചപ്പും കൂടി ചേർത്ത് നമുക്കിത് അടുപ്പത്തു നിന്ന് ഇറക്കി വെക്കാം കേട്ടോ. ഇനി സമൂസക്ക് വേണ്ട ഷീറ്റ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് മൈദപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 4 ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും പരത്തിയെടുക്കണം. അങ്ങനെ പരത്തിയതിന് ശേഷം ഓരോന്നും ഇതുപോലെ 2 സൈഡും ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചുട്ടെടുത്താൽ മതി കേട്ടോ. ഇനി ഓരോന്നും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. സമൂസ ഷീറ്റ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടിയും വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ പശ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ശേഷം നമുക്ക് ഓരോ സമൂസയും ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ.
എല്ലതും ഇവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഒരു ട്രിപ്പ് ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അടുത്ത ട്രിപ്പും ഓരോന്നായി ഇട്ടിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.